ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപ് ഇപ്പോ ഇന്ത്യക്ക് മേൽ വലിയ തീരുവകൾ പ്ലസ് പിഴച്ചുങ്കം ഒക്കെ ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിലുള്ള വാർത്തകളാക്കുന്നുണ്ട്. കാരണം ഇന്ത്യ $87 ബില്യൺ ഇന്ത്യക്ക് അതിൽ വ്യാപാര നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഇമ്പാക്ട് അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രോത്പന്നങ്ങളുടെ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഈ സമുദ്രോത്പന്നങ്ങളുടെ അങ്ങോട്ടുള്ള ഇറക്കുമതിയെക്കാട്ടിലും കുറഞ്ഞ ചുങ്കത്തിൽ ഇൻഡോർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി ഇതേ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. 25% തീരുവ കഴിഞ്ഞ ദിവസം ചുമത്തി, പിഴച്ചുങ്കം 25% കൂടെ ചുമത്തിയിരിക്കുകയാണെന്ന റിപ്പോർട്ട് വരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈ നമ്മുടെ രാജ്യത്തിന്റെ ഇനി മുന്നോട്ടുള്ള പോക്ക്? കാരണം ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ കട്ടയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കളത്തിലിറങ്ങി ട്രംപിനെ വെല്ലുവിളിയെന്നൊന്നുമില്ല, ഒരു ഭീഷണിയായിട്ട് തന്നെ അത് കൂട്ടാം. കാരണം ഒരു ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപിനോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് ഇന്ത്യക്ക് അത് സഹിക്കാൻ പറ്റും. അപ്പൊ അതിനെ ഒരു ഒരു കോയിന് രണ്ട് വശമുണ്ടല്ലോ. ഇന്ത്യക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് താങ്ങാനുള്ള കെൽപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് ഒരു ഉപചോദ്യമായിട്ട് അതിൽ ഉന്നയിക്കാം. അത് ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. ഉടനെ തന്നെ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ചൈനയിലേക്ക് പ്രധാനമന്ത്രി പോകും എന്ന് കേൾക്കുന്നു. പോരാത്തതിന് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയെ ഞെട്ടിക്കാമെന്ന ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ശുദ്ധമായ ഊർജത്തിനും ആവശ്യമായ ധാതുക്കൾക്കായി റഷ്യയുമായി കരാറ് ഇന്ത്യയിൽ ഏർപ്പെടുന്നു. പോരാത്തതിന് ഈ ചൈന നമുക്ക് തരാം എന്ന് പറഞ്ഞ ഇപ്പൊ തരാതിരിക്കുന്ന അപൂർവ ധാതുക്കളിലും ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഏർപ്പെടുന്നു. കൂടുതൽ റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നു. പോരാത്തതിന് ജപ്പാനിലേക്ക് പോകുമ്പോൾ അവിടെയും നരേന്ദ്രമോദിക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ നിലവിലത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണോ ഈ സംഭവം? തിരിച്ചടിയാണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഓഫ് കോഴ്സ് നമുക്കറിയാം ഇത് തിരിച്ചടിയാണ്. പക്ഷെ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ കർഷകരെ തകർത്തുകൊണ്ട് ട്രംപിന്റെ സകല ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ടേക്ക് ഇറക്കണമെന്നും, നമ്മുടെ നാട്ടിലെ കാർഷിക മേഖല മാത്രമല്ല സകല മേഖലകളും തകർത്തുകൊണ്ട് അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇറക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് ഇറക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ കോൺഗ്രസ് സർക്കാരല്ലല്ലോ, രാഹുൽ ഗാന്ധി ഒന്നും അല്ലല്ലോ ട്രംപിന്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കാൻ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പൊ നമ്മൾ ഇതിന് വഴങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ അമേരിക്കയുമായി നമ്മൾ ഈ ഒരു ബന്ധത്തിന് വ്യാപാര കരാറാണ് മെയിൻ ആയിട്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. വ്യാപാര കരാർ ഇടാത്തതിന്റെ ചുരുക്കാണ് ട്രംപിന്. ഇപ്പൊ നമ്മൾ ഇതിന് വഴങ്ങിക്കൊടുത്താൽ നമ്മൾ എല്ലാ കാലത്തും അമേരിക്കയുടെ അടിമയായിരിക്കും. പക്ഷെ ഇപ്പോ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് സഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ സഹിച്ചതാണ്? നോട്ട് നിരോധനം സഹിച്ചില്ലേ? 1965 നമ്മൾ ഗോതമ്പ് തരൂലെന്ന് പറഞ്ഞപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വദേശിവൽക്കരണവും നരേന്ദ്രമോദി എന്തൊക്കെ കാര്യങ്ങൾ സഹിച്ചിരുന്നു. പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്നൊരു ഭരണാധികാരി ഉണ്ട് ശക്തനായിട്ടുള്ള. ആ ശക്തനായിട്ടുള്ള ഭരണാധികാരി എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയേട്ടൻ എന്താണ് ഈ കാര്യത്തിൽ തോന്നുന്നത്? നമ്മൾ ഒരുപാട് ഉപരോധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. എല്ലാ കാലത്തും പ്രത്യേകിച്ച് 88 നമുക്ക് കൊണ്ടുവന്ന ഉപരോധം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ രാജ്യം ഇങ്ങനെ പോലുമല്ല. ആ രാജ്യത്ത് നമ്മൾ അതിജീവിച്ചു. അതുപോലെ തന്നെ നരസിംഹറാവുവിന്റെ കാലത്ത് ഈ ആഗോള വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മത്സ്യബന്ധന മേഖലയിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കാരണം ഈ വിദേശ ട്രോളറുകൾക്കും മറ്റുമൊക്കെ ഈ പുറംകടലിൽ വന്നിട്ട് മത്സ്യം പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടി ആയിരുന്നു. കാരണം അവിടുന്ന് ഉൽപ്പന്നങ്ങളെ കൊണ്ടിറക്കുന്നു. അങ്ങനെ വലിയ ആ പ്രതിസന്ധിയും നമ്മൾ കവർ ചെയ്തു. കോവിഡ് മഹാമാരി വന്നു. ഇത് ആരും കൊണ്ടിരുന്ന പ്രതിസന്ധിയല്ല, രോഗാണുക്കൾ കൊണ്ടിരുന്ന പ്രതിസന്ധിയാണ്. അതിനെയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഒരു നല്ല മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം വളരെ ആർജവത്തോടു കൂടി പറയുന്നു, എന്റെ രാജ്യത്തെ ജനങ്ങളെയും ഇവിടുത്തെ കാർഷിക മേഖലയെയും മത്സ്യസമ്പത്ത് മേഖലയെയും കടന്ന് കയറാൻ ആരെയും അനുവദിക്കുന്നില്ല. ഒന്നും അടിയറ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കോംപ്രമൈസിന് ഇല്ല. നോ കോംപ്രമൈസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സ്ഥിതിക്ക് ഇപ്പൊ ഏതായാലും ട്രംപിന്റെ യുദ്ധ വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നു ഒഫീഷ്യലായി തന്നെ എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് മറുപടി പറയുന്നു. ഏതായാലും ഇന്ന് ശ്രദ്ധേയമായ ഒരു കമന്റ് നമ്മുടെ ഈ അമിത് ഖാന്തിന്റെ ഒരു ഇതാണ്. അദ്ദേഹം നമ്മുടെ ഈ G20 ഷെർപ്പയാണ്, മുൻ നീതി ആയോഗിന്റെ CEO ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ ഒരു മികച്ച കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ അത് തന്നെ ആയിരിക്കും ചെയ്യാനും പോകുന്നതെന്ന് തോന്നുന്നു.
അദ്ദേഹം സാധാരണ മോദിയെ കൊണ്ട് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഗോൾഡൻ ചാൻസ് ആണ്. ഒരുപക്ഷെ ആ ഈ തലമുറയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം അമേരിക്ക ഈ താരിഫ് ഉയർത്തുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ബമ്പർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് കാരണമായി പറയുന്നത്, ഇപ്പോൾ ഉം, ഈ നമുക്ക് ഈ താരിഫ് വർധനവ് മൂലം നമുക്ക് അങ്ങോട്ടേക്കുള്ള ബിസിനസ് നടക്കില്ല. അപ്പം നമുക്ക് കൂടുതൽ രാജ്യങ്ങൾ അതിനുവേണ്ടി കണ്ടെത്താൻ കഴിയും, കൂടുതൽ ഇടങ്ങളിലേക്ക് നമ്മുടെ വ്യവസായങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും. അത് നല്ലൊരു കാര്യമാണ്. അത് ഉം, തന്നെയാണ് ഉം, ചൈന ചെയ്തത്. കഴിഞ്ഞ 3 മാസമായി ചൈനയിൽ ഈ ഉപരോധം നേരിടുന്നുണ്ട്. ചൈനയുടെ 30% കയറ്റുമതിയാണ് കുറഞ്ഞത്. 30%. കാരണം ചൈന ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി, കാരണം ചൈനയും ഇന്ത്യയും രണ്ടും രണ്ടാണ്. ചൈന എന്ന് പറഞ്ഞ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യ ഒരു ഉം, എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രി അല്ല. അത് തമ്മിലുള്ള ഉം, വ്യത്യാസം. കാരണം നമുക്ക് ഇവിടെ ആഭ്യന്തര വിപണിയുണ്ട്, അവർക്ക് അവിടെ ആഭ്യന്തര വിപണിയല്ല, അതിലും മറിച്ച് അവർ കയറ്റുമതിയാണ്. അപ്പോൾ അവരുടെ ഉം, 30% നഷ്ടം അവർക്ക് ഈ അമേരിക്കയുടെ ഈ താരിഫ് മൂലം വന്നു. അവരെന്താ ഉം. ചെയ്തത്? അവരാ സാധനം കടലിൽ കളഞ്ഞില്ല, അവരതെല്ലാം കൊണ്ട് നേരെ ആഫ്രിക്കൻ കൺട്രീസിലേക്കാണ് പോയത്. നിലവിലത്തെ സംഭവത്തിൽ ആസിയാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നല്ല ടൈപ്പ് വെക്കുന്ന നരേന്ദ്രമോദിക്ക് അത് കുറച്ചുകൂടി എളുപ്പം. പക്ഷെ കുറച്ച് നാളത്തേക്ക് നമുക്കൊരു ഉം. ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം പ്രധാനമന്ത്രി സമ്മതിക്കുന്നുണ്ട്. എനിക്കത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ഞാനതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് ഉം, പ്രധാനമന്ത്രി ഉം, പറഞ്ഞത്. ഉം. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി പബ്ലിക്കിനോട് പറയുന്നത് അതിന് വലിയ റിസ്ക് ഉണ്ട്, അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, ഇവരുടെ ചെലവ് കറക്റ്റ്. ഞാൻ നോക്കും. അതായത് ഈ മത്സ്യസമ്പത്ത് മേഖല ഇത്ര ആർജവത്തോടെ ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ ഉം, നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുമുണ്ട്. ഇനി മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ, അതായത് ഇപ്പൊ അമേരിക്ക മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഇപ്പൊ അമേരിക്ക പറയുന്ന എല്ലാ ഉം, രാജ്യങ്ങളും കേൾക്കണമെന്നില്ല. അപ്പം ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയുന്നതാണ്. കാരണം അമേരിക്കയിലേക്ക് കൊടുക്കുന്ന അതേ ക്വാളിറ്റിയും സാധനങ്ങളും നമുക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പൊ UK-യുമായിട്ട് നമുക്ക് ട്രേഡിംഗ് ഉണ്ട്, മറ്റ് അനവധി ഇപ്പൊ ഗ്രീസുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്, അങ്ങനെ അനവധി രാജ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്കിത് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ത്യ ഒരു എടുത്തടിച്ച് കണക്ക് ഒരു മറുപടി, ട്രംപിന്റെ ഒരു സ്റ്റൈലിൽ അതേ ഒരു രീതിയിലല്ല നമ്മുടെ രാജ്യം പലപ്പോഴും. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുകയോ അദ്ദേഹത്തെ അപമാനിക്കുകയൊന്നും ചെയ്തില്ല. നമ്മൾ നമ്മുടെ സ്റ്റാൻഡ്, കാരണം നമ്മൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഒരിക്കലും വാച്ചപ്പിള അടിച്ചൊന്നും നടക്കാറില്ല. രാവിലെ അവിടെ ഡയലോഗ് ഇവിടെ ഡയലോഗ് ഒന്നും നമ്മുടെ ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തിന് മുമ്പ് വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് ഡയലോഗ് അടിക്കായിരുന്നു, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ചിരിച്ച് കളിച്ച് അതെ അതെ. തിരുവനന്തപുരത്ത് അടക്കം വന്നു പോകുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ കണ്ടത്. ഉം, അപ്പൊ അദ്ദേഹം ഒന്നും പറയുന്നില്ല. പക്ഷെ നേരെ മറിച്ച് അദ്ദേഹം ഇപ്പോൾ ഉടൻ അജിത് ഡോവൽ നേരെ റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയിലേക്ക് പോകുന്നതിന് തൊട്ട് പിന്നാലെ വരുന്ന വാർത്ത, ജയശങ്കർ പോകുന്നു റഷ്യയിലേക്ക് ഈ മാസം തന്നെ. ഉം, ഉടൻ തന്നെ നരേന്ദ്രമോദി ജപ്പാനും ചൈനയും സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ധനുഷ്. അദ്ദേഹം ജപ്പാനിൽ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപ്പാനിലെ ഉം, വാർത്ത ഇന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ഡീൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാം. അതായത് ഉം, ഉം. നമ്മുടെ ചൈന ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ റയർ മെറ്റൽസ് തരുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് റയർ മെറ്റൽസ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിവിധ രാജ്യങ്ങളുമായിട്ട്, ബ്രസീലും അർജന്റീന, ഈ റയർ മെറ്റൽസ് ഉം, കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരുന്നു. അപ്പൊ ഉം, ഇപ്പോൾ വരുന്ന വാർത്ത, ജപ്പാനിലെ ഒരു കമ്പനിയുണ്ട്, പെട്രോൾസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് ചൈനയിലും ജപ്പാനിലും ഒക്കെ ഏറ്റവും വലിയ കാന്ത ഉൽപാദക കമ്പനി. അതായത് റയർ മെറ്റൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന കാന്തമുണ്ട്, ഈ അത് വാഹനങ്ങൾ, ശരി. ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ. അപ്പൊ 2000 ടണ്ണിന് മേളിലാണ് ചൈനയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനി ഉം, തന്നെ ഉം, ഉം, ആ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ അവർ അവരുടെ ഇത് ഫാക്ടറി സ്ഥാപിക്കാൻ പോകുന്നു. അതായത് ലോകത്തിലെ തന്നെ വലിയൊരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ഇതിന് വേണ്ട മൂലകങ്ങൾ അവർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ കമ്പനിക്ക്. അപ്പൊ ആ കമ്പനി ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ച് ആ കമ്പനിയെ കൊണ്ടിരുന്നു. ഒപ്പം തന്നെ ഡോവൽ പോയത് പലരും ചിന്തിച്ച ഒരു കാര്യം ഈ ഉം, എണ്ണയുടെ കാര്യമോ ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധത്തെ എങ്ങനെ മറികടക്കാനുള്ളതിനെ കുറിച്ചുള്ള. പക്ഷെ അങ്ങനെയല്ല. വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഒന്ന്, SU-57 നമ്മൾ വാങ്ങിക്കാൻ ഏകദേശം തീരുമാനമായിരിക്കുന്നു. അതിന്റെ ഉം, ഒരു ഉം. കരാറിന്റെ ഒരു കരട് തയ്യാറാക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് റയർ മെറ്റീരിയൽസ്, കാരണം റഷ്യ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്, വളരെ വലിയൊരു രാജ്യമാണ്, ഒരുപാട് ധാതു സമ്പത്തുകളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടുന്ന് റയർ മെറ്റൽസ് കൂടെ നമ്മൾ ഇറക്കിക്കൊണ്ട് സംയുക്തമായ രീതിയിൽ, നമ്മൾ റഷ്യയായിട്ട് ഇപ്പൊ എല്ലാ പരിപാടിയും അങ്ങനെയാണല്ലോ, സംയുക്തമായ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കൂടെ നമ്മൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് സന്തോഷകരമായ വാർത്ത കഴിഞ്ഞ ദിവസം ഈ ഓട്ടോമൊബൈൽ രംഗത്തുനിന്ന് വന്നൊരു വാർത്തയാണ്. അതിന് ഇപ്പോഴത്തെ ഒരു വാർത്തയുമായിട്ട് അതിന് സന്തോഷം പകരുന്നത്, കാരണം മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി സ്വന്തമായിട്ടൊരു ബാറ്ററി, അതായത് ഈ റയർ മെറ്റൽസോ അല്ല മറ്റോ ലിഥിയോ ഒന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററി അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അത് ഉടൻ തന്നെ അവർ വിപണിയിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യയിലും ഈ റയർ മെറ്റൽസ് ഉണ്ട്. ആ റയർ മെറ്റൽസ് ഇന്ത്യയിലുണ്ട്, മ്യാൻമാറിലും ഒക്കെ വലിയ സബ്സിഡിയാണ് ഇന്ത്യ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ജപ്പാൻ കമ്പനി ഉം, ഇന്ത്യയിൽ വരുന്ന ഈ സബ്സിഡിയും കൂടെ കണ്ടിട്ടാണ്. അപ്പൊ ഉം, അതും ഉം, നമുക്ക് ഒരു ഇതുണ്ട്. അതായത് ഒരു സൈഡിൽ നമ്മൾ നമ്മളെ സേഫ് ആക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ എതിരെ
ഒരു രാജ്യം തിരിയുന്നു എന്ന് കാണുമ്പോൾ അതിന് ബദല് കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ഇനി ഇപ്പൊ ഈ അതെ. ട്രംപിന്റെ താരിഫ് യുദ്ധം നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ നിലവിൽ സാമ്പത്തിക നഷ്ടം വരില്ല. കാരണം ഈ അടുത്ത കാലത്താണ് നമുക്ക് അമേരിക്കയുമായിട്ട് ബിസിനസ് കൂടിയത്. നമ്മൾ പരമ്പരാഗതമായി അമേരിക്കയിലേക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളല്ല. അത് ആദ്യം നമ്മൾ ഉം. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് പുരാതന കാലം തൊട്ട് അമേരിക്കയിലേക്ക് സാധനം കയറ്റി വെച്ച് അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമേ അല്ല ഇന്ത്യ. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം, ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറി പോകുന്നതും അവരുടെ ഏതാണ്ട് 74% കയറ്റുമതി ചൈനയിലേക്കാണ് നടക്കുന്നത്. ഇന്ത്യക്ക് അത് നഷ്ടം വരും, ഇല്ല എന്നുള്ളതല്ല. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന താരിഫിന്റെ ഒരു യുദ്ധം മൂലം ഇപ്പൊ ഇന്ത്യൻ കമ്പനികളുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ താരിഫ് സ്വാഭാവികമായി വരും. പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ, ജെംസ് ആൻഡ് ജുവലറി, ക്ലോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. നമ്മുടെ ഈ കയറ്റുമതിയൊക്കെ അത് ബാധിക്കും. അപ്പൊ സ്വാഭാവികമായി തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന പോലെ ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തിൽ നമ്മൾ അടുത്തൊരു വിപണി അതിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയ ഒരു സംഭവം, ഒരു ട്വിസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷെ സംഭവിച്ചേക്കാം. കാരണം മോദിയുടെ ഇപ്പോഴത്തെ ഈ ചൈനയുടെ പോക്കും കൂടെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ബ്രിക്സ് രാജ്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യ ഒരു സൂചന നൽകിയിരുന്നു. റഷ്യ പറഞ്ഞത് ഉം. ബ്രിക്സിന്റെ സ്ഥാപകരായ ഇന്ത്യ, റഷ്യ, ബ്രസീല്, ദക്ഷിണാഫ്രിക്ക ഈ 4 പേര് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മുട്ടുകുത്തും എന്ന് പറഞ്ഞു. ഈ സൈനിക ബലമല്ല, ഉം. 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 27% ലോകത്തെ വ്യാപാരത്തിന്റെ 27% ഈ രാജ്യങ്ങളിലാണ് നടക്കുന്നത്. ഇവരാണ് ഉം. ഈ 27%, ലോകത്തെ മൊത്തം വ്യാപാരത്തിൽ 27% കേവലം ഈ 4 ബ്രിക്സ് രാജ്യങ്ങളിൽ കൂടെയാണ് നടക്കുന്നത്. ഇതിന്റെ ഉം. കൂടെ തന്നെ അനവധി ബ്രിക്സ് രാജ്യങ്ങൾ വേറെയുണ്ട്. ഇറാൻ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, UAE ഉണ്ട്. അങ്ങനെ ഉം. അവർ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ബ്രിക്സ് ശക്തിപ്പെടുകയാണെങ്കിൽ ഏതാണ്ട് 50% ബിസിനസ് ഇവരുടെ കയ്യിലായിരിക്കുന്നത്. നിലവിൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ 1,00,000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ട്. അപ്പൊ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ നാളെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കച്ചവടം ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ ഉം. അവിടെ തീരാനുള്ളതേ ഉള്ളൂ ട്രംപിന്റെ എല്ലാ ഈ പറയുന്ന ചാട്ടം. കാരണം അതെ. ഇപ്പോ അദ്ദേഹം പ്രധാനമന്ത്രി ഇപ്പൊ നമ്മുടെ ചൈനയിലേക്ക് പോകുന്നുണ്ട്. ചൈനയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ. ആ ഒരു ചൈനയുടെ ഉച്ചകോടിയിൽ റഷ്യ ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. ആ ഉച്ചകോടിയിൽ റഷ്യയാണ് ഇപ്പൊ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ. അപ്പൊ റഷ്യ കൂടി സഹകരിച്ചു അവിടെ ഒരു ഷീ ജിൻപിങ്ങുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ്. പക്ഷെ അദ്ദേഹം പോകുന്നത് അതിനല്ല, ഈ ഉച്ചകോടിക്ക് പങ്കെടുക്കാനാണെങ്കിൽ പോലും ഒരു സെപ്പറേറ്റ് കൂടിക്കാഴ്ച നമ്മൾ കണ്ടതാണ്. ജയശങ്കർ അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ചയാണ് ഷീ ജിൻപിങ്ങുമായിട്ട് ചൈനയിൽ നടന്നത്. അപ്പൊ അതുപോലെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു, റഷ്യയും അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുകയും ഇരു രാജ്യങ്ങളും ചില വിട്ടുവീഴ്ച, അതായത് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകൾ ചൈനയുമായി ചെയ്യുകയാണെങ്കിൽ പോലും ഇതിനകത്തൊരു വലിയ അളവ് വരെ ചൈനയ്ക്കും അത് പരിഹരിക്കാൻ കഴിയും, ഇന്ത്യക്കും പരിഹരിക്കാൻ കഴിയും. അപ്പൊ പലരും ചോദിക്കും ചൈനയുമായിട്ട് നമുക്ക് ട്രേഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2023-24 കാലഘട്ടത്തിലെ ട്രേഡിംഗ് നോക്കി 1-ാം നമ്പർ നമ്മളും ചൈനയായിട്ട് നടത്തുന്ന ട്രേഡിംഗ് തന്നെയാണ്. അതാണ് നമ്മൾ ഉം. എടുത്തു ഉം. പറയേണ്ടത്. നമ്മൾ ആ ഒരു ട്രേഡിംഗ് വ്യാപാരം തന്നെയാണ്. നമ്മൾ ഈ പുറമേ നോക്കുന്ന കണക്കല്ല നമ്മുടെ രാജ്യം. ഒരുപാട് ട്രേഡിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ താരിഫ് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ GDP 6.6 ആണ് വളർച്ച. അത് ഈ ഒരു താരിഫ് യുദ്ധം മൂലം 6.4 ആകും. അതായത് 0.02%, അല്ലെങ്കിൽ 0.2%, കേവലം 0.2% നമുക്കൊരു ഇടിവ് വരുമെന്നേ ഉള്ളൂ. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. ഇത് ഞാൻ ഉദാഹരണമായി പറയാൻ കാരണം നമുക്ക് റെയർ മെറ്റൽസ് തരില്ല എന്ന് ചൈന പറഞ്ഞു. ഏപ്രിൽ മാസത്തോടു കൂടി നമ്മുടെ വാഹന വിപണി മന്ദീഭവിച്ചു പോയി. ഇലക്ട്രിക് ഉം. കാറുകളുടെയൊക്കെ ഉത്പാദനം വളരെ കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഉം. നമ്മൾ വീണ്ടും പഴയ ലെവലിലേക്ക് എത്തി. കാരണം നമ്മൾ റെയർ മെറ്റൽസ് എത്തിച്ചു. കാരണം വഴി അടയുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഇന്ത്യ ഒരു വലിയ വിപണിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ട്രംപ് വാളെടുക്കുന്നത്? ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നെങ്കിൽ ട്രംപ് വാളെടുക്കില്ലായിരുന്നു. ഇന്ത്യ ഒരു അതെ. പട്ടിണി അതെ. രാജ്യമായിരുന്നെങ്കിൽ ഇന്ത്യ വാളെടുക്കില്ലായിരുന്നു. കാരണം ഇന്ത്യയും ബ്രസീലും ഒക്കെ ചേർന്ന് നല്ല കച്ചവടം നടക്കുമെന്നും ഭാവിയിൽ അത് ഡോളറിന് ഉം. ഭീഷണിയാകുമെന്നും ട്രംപ് ഇപ്പോഴേ കാണുന്നുണ്ട്. ഇനി ട്രംപ് പറയുന്നത് ഇന്ത്യ ഡെഡ് എക്കണോമിയാണ്. ഇനി ട്രംപിന് ഒരു കമ്പനി ഉണ്ട് ദിനേശ്, ഇന്ത്യയിൽ 10 വർഷമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പുള്ളിയുടെ സ്വന്തം കമ്പനി, ട്രംപ് ഓർഗനൈസേഷൻ എന്നാണ് ആ കമ്പനിയുടെ പേര്. പുള്ളിയും പുള്ളിയുടെ മോളും പുള്ളിയുടെ മരുമോനും പുള്ളിയുടെ കുടുംബാംഗങ്ങൾ മാത്രമുള്ള സ്വകാര്യ കമ്പനിയാണ്. 10 വർഷമായിട്ട് ഇന്ത്യ പ്രവർത്തിക്കുന്നു. എത്ര കോടി രൂപയാണ് അദ്ദേഹത്തിന് ലാഭം കിട്ടിയതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അതായത് ഇന്ത്യയിലെ അതെ. ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, മറ്റേ ഫ്ലാറ്റ് അങ്ങനെയുള്ള അവരുമായി ചേർന്നിട്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. ഈ ട്രംപ് ഒരു വായിൽ അവിടെ പറയും ഇന്ത്യ ഡെഡ് എക്കണോമി. ഡെഡ് എക്കണോമി ആണെങ്കിൽ ട്രംപ് സ്വന്തം കമ്പനി കൊണ്ട് ഇന്ത്യയിലിട്ട് ലാഭം ഉണ്ടാക്കില്ലല്ലോ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ ട്രംപ് ഇപ്പോഴെന്ത് പറ്റുന്നത്, ചൈനയ്ക്ക് എന്താണ് നിങ്ങൾ ഇപ്പോൾ താരിഫ് കൊടുക്കാതെ എന്ന് ട്രംപിനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വെച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ഇപ്പൊ ഇന്ത്യക്ക് കൊടുത്തിട്ട് 8 മണിക്കൂർ പോലും ആകുന്നില്ല, ഇനി എന്റെ അടുത്ത വമ്പൻ പ്രഖ്യാപനം വരും. ഇപ്പൊ ഇത് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് ഉം. ഇന്ത്യയോടുള്ള ഇതല്ല, ഇത് റഷ്യയെ പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉം. അതായത് ഉം. റഷ്യയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും. അപ്പോൾ ഇവർക്ക് പ്രഷർ ഉം. കൊടുത്താൽ സ്വാഭാവികമായി ഇവർ കൂടി റഷ്യക്ക് പ്രഷർ കൊടുക്കും. അങ്ങനെ റഷ്യ ഇതിൽ നിന്ന് പിന്മാറും എന്നുള്ളതാണ് ഈ ട്രംപിന്റെ ബുദ്ധി പോകുന്നത്. ഉദ്ദേശം. അതല്ലാതെ ഇന്ത്യ തകർക്കുക എന്നുള്ളതല്ല.
അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അധികമായിട്ട് ഇപ്പൊ ചുമത്തിയ നികുതി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടേ പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അപ്പൊ ഈ 3 ആഴ്ചക്കകം ഈ പുട്ടിനുമായിട്ട് എന്തെങ്കിലും ചർച്ച നടന്ന എന്തെങ്കിലും പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പൊ ബോയിങ്, നമ്മുടെ അനവധി വിമാന കമ്പനികൾ ഇപ്പോഴും ബോയിങ് അമേരിക്കയുടെ നിന്ന് ആവശ്യപ്പെട്ട് എഴുതി അത് കിട്ടാനുണ്ട്. നമുക്ക് കുറെ ആയുധങ്ങൾ അവരിൽ നിന്ന് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടർ അടക്കമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അതിന്റെ ഒരു ഷോർട്ടേജ് നമുക്ക് വരും. പക്ഷെ നമ്മൾ അതിന് വേറൊരു മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ഇപ്പൊ നമ്മളിപ്പോ റയർ മെറ്റൽസ് നമ്മൾ ചൈനയുടെ നിന്ന് എടുത്ത്, പക്ഷെ നമ്മൾ അതിന് മുമ്പ് അർജന്റീനയിൽ നിന്നും ബ്രസീലിന്റെ കയ്യിൽ നിന്നും എടുത്തിരുന്നില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി റഷ്യയുടെ എണ്ണയ്ക്ക് ഒരു വലിയ ഉപരോധം തന്നെ വന്നാലും നമുക്ക് പേടിക്കാനില്ല. കാരണം ബ്രസീലിൽ നിന്ന് അവരിപ്പോൾ തന്നെ എണ്ണയുടെ ഇറക്കുമതി കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടാണ് ഇന്ത്യ ശരിക്കും ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത. കാരണം ഈ ആഗോള എണ്ണയുടെ വില കുതിച്ചു വരുന്ന സമയത്ത് അവർക്കൊരു പണി കൊടുക്കണം. അതായത് ഈ GCC കൺട്രീസിന് എണ്ണ വില കുതിച്ചു വരുന്നു. അതുകൊണ്ട് കാരണം ഇന്ത്യ ആണല്ലോ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്നതിൽ ഒരു രാജ്യം, ഉപഭോക്തൃ രാജ്യം. അപ്പൊ നിങ്ങൾ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിക്കഴിഞ്ഞ് ഇവന്മാർ വില കുറച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഈ വില കുറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആഗോള വിപണിയില് ക്രൂഡ് ഓയിലിന്റെ വില കൂടും. കാരണം ഇന്ത്യ റഷ്യയുടെ നിന്ന് എണ്ണ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളോ ഇല്ലെങ്കിൽ ഗൾഫ് കൺട്രീസോ ആയിരിക്കും. കുറച്ചുകൂടെ ലാഭകരം ഗൾഫ് കൺട്രീസ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഗൾഫ് കൺട്രീസിലെ എണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടുകയാണ്. യൂറോപ്യൻ കൺട്രീസ് വരുന്നു, മറ്റുള്ളവർ വരുന്നു, ഇന്ത്യ വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? വില കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ഈ എണ്ണ വില ഉയരുന്നത് തന്നെയായിരിക്കും. പിന്നെ ഇന്ത്യ ഇപ്പോൾ അത് നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, വിവിധ മേഖലയിലുള്ള കരാറുകൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ SU-57, എന്തായാലും നമുക്ക് F-35 വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന് പകരമുള്ള SU-57 എന്ന് പറയുന്ന 5ാം തലമുറ വിമാനം നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. ഒപ്പം തന്നെ നമ്മൾ ഈ ധാതു സമ്പത്ത് നമുക്ക് ഷെയർ ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ, അതായത് റഷ്യയുടെ കൂടെ നമ്മൾ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കട്ടക്ക് നിന്നാൽ അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇതൊരു വളമാകും. ഇപ്പോഴിതിനെ അതിജീവിക്കുക, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിജീവിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു എടുത്ത് ടാർ കൊടുക്കുന്നുണ്ട് ട്രംപിനെ. ട്രംപ് പറഞ്ഞത് ബ്രസീലിയൻ പ്രസിഡന്റ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണം ആലോചിക്കാൻ ട്രംപ് താരിഫ് പറയുന്നത്. അപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ വിളിക്കണ മോദിയെ ഷീ ജിൻപിങ്ങിനെ വിളിക്കത്തില്ല, ഇങ്ങനെ വിളിക്കത്തില്ല, ഇനി എങ്ങേർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം, എന്നെ വിളിച്ചാൽ മാന്യമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും, ഞാൻ വേറെ ഒന്നും പറയില്ല, എന്നെ മാന്യമായി ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ പോകാം, അല്ലാതെ ഞാൻ അങ്ങോട്ട് കിടന്ന് വിളിക്കുമെന്നായിട്ട് സ്വപ്നത്തിൽ പോലും കരുതണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നത് അവരൊരു ഐക്യത്തിലേക്ക് പോയാൽ അമേരിക്ക പെട്ടു തന്നെ പോകും. കാരണം അവരെ സംബന്ധിച്ച് വിപണിയാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ ഈ താരിഫ് അടിച്ചു കൊടുത്തതെന്ന് ഇപ്പം നമ്മുടെ കച്ചവടം മുടങ്ങി, ഓക്കെ, അപ്പൊ അവരുടെ ആ വരുമാനം നിൽക്കുകയാണ്. കാരണം അവിടെ നിന്ന് വലിയ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കച്ചവടം ഇല്ല ധനുഷേ. അവർക്ക് ഇങ്ങോട്ട് ഒന്നും പ്രത്യേകിച്ച് ഇറക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് താരിഫ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവർക്ക് വലിയ കടം, ലോകത്ത് കടം ഏറ്റവും കൂടുതലുള്ള 2 രാജ്യങ്ങളിലൊന്നും അമേരിക്ക, ഒന്ന് ചൈനയുമാണ്. അപ്പൊ സ്വാഭാവികമാണ് അവരത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ അത് ഒരു കവലച്ചട്ടമ്പിയുടെ മോഡൽ, ഇല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ മോഡൽ, ഇല്ലെങ്കിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഞാനത് മൂപ്പിച്ച് കളയും, മൂക്കേ കയറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല, ഇനിയോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. കാരണം ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പൊ നമുക്കിരിക്കുന്നത്. ഇപ്പം വാജ്പേയിയുടെ കാലത്ത് 28 സഖ്യകക്ഷികളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ നൂലുമ്മേ കളിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിസഭയും വാജ്പേയിയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, വളരെ സ്ട്രോങ് ആണ് നരേന്ദ്രമോദി. കാരണം അദ്ദേഹത്തിനുള്ള സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പണ്ടുതൊട്ടേ ഉള്ള സഖ്യകക്ഷികളാണ്, JDU ആയാലും GDP ആയാലും ഒക്കെ തന്നെ. മറ്റേത് അങ്ങനെയല്ല, DMK അടക്കമുള്ള ഇത് പഴുതാരയും അണലിയും ഒക്കെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണ് വാജ്പേയി ഭരിക്കുന്നത്. ആ കാലത്ത് പോലും ഇവർ അംഗീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ വളരെ ദുർബലമായിരുന്ന സാഹചര്യത്തിൽ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പം ഈ അമേരിക്ക ഒരു കാലത്തും നമ്പാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല. അമേരിക്ക ഇപ്പം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ട്രംപ് അനുകൂല അച്ചായൻ മാധ്യമങ്ങളുണ്ട്, അവർ ഡെയിലി ഈ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്പൊ കാണിക്കുന്നത് മണ്ടത്തരമാണ്, ട്രംപ് കൈവിട്ട ഇന്ത്യ മൂക്കുകുത്തും ഉണ്ട കുത്തും, ഒന്നും സംഭവിക്കില്ല. അതെന്ന് വെച്ചാൽ ഇവർക്ക് ചരിത്രം അറിയാൻ പാടില്ല എന്നിട്ടില്ല, ഇവർക്ക് നന്നായിട്ട് ചരിത്രവും അറിയാം, എല്ലാം അറിയാം. ഇവരുടെ ധാരണത്തിൽ ഇപ്പോഴും അമേരിക്കയുടെ ഒരു ഹെൽപ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അല്ല, അതിപ്പം മോദി വന്നതിന് ശേഷമല്ല, മോദി വരുന്നതിന് മുമ്പേ അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി റഷ്യയുമായിട്ടൊരു എഗ്രിമെന്റ് വെക്കില്ലായിരുന്നല്ലോ മുമ്പ്. കാരണം കോൺഗ്രസ് അമേരിക്കയുടെ ഒരു വലിയ ഇതാണ്. പക്ഷെ ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ബ്ലാക്ക് മെയിൽ ഇനി നിന്നു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു വലിയ യു ടേൺ കൂടെ നടക്കുന്നത്, പക്ഷെ അതാണ് ഇതിനകത്ത് ഒരു അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ യു ടേൺ നടക്കും. എന്താണെന്നറിയാമോ? മോദിക്കെതിരെ സമരം ചെയ്തവരാണ് കർഷക സംഘടനകൾ, കാർഷിക നിയമത്തിന്റെ.
ഈ ഒരൊറ്റ കാര്യത്തിൽ മോദി അത് തിരിച്ചു പിടിച്ചു. 13-ാം തീയതി രാജ്യവ്യാപകമായ കർഷകരുടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ. അതായത് ഇപ്പൊ മോദി എന്തായി, കർഷകരുടെ ഇതിലേക്ക് കടന്നു കയറാൻ ഞാൻ റിസ്ക് അതെ അതെ എടുത്താലും അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായി ഈ സംഘടനകളെ കൊണ്ട് തന്നെ പുള്ളിക്ക് കീജയെ സ്തുതി വിളിപ്പിക്കുന്ന പാടിച്ചു. നിലയിലേക്ക് അതെ അതെ കാര്യങ്ങൾ എത്തി, സ്തുതി പാടിച്ചു എന്നുള്ളതാണ്. കർഷക സംഘടനകൾ മാർച്ച് നടത്തുന്നു. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ കർഷക സംഘടനകളിലേക്ക് മിശികയായിട്ട് ഇപ്പൊ നരേന്ദ്രമോദി മാറുന്നു. അതായത് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് തനിക്കെതിരെ വരുന്ന ആയുധങ്ങളെ തേച്ചു മിനുകി ഉപയോഗിച്ചവർക്ക് നേരെ വിടുന്ന ഒരു മനുഷ്യനായിട്ടാണ്, ഒരു നേതാവായിട്ടാണ് ഞാൻ മോദിയെ കണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതെ അങ്ങനെ അതെ സംഭവിച്ചു. ഏതായാലും ഇന്ത്യക്ക് ഇത് വളരെ ഗുണകരമായി മാറും ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ. കാരണം ഭാവിയിലേക്ക് ഒരു ചൂണ്ടുപലകയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വിപണികളൊക്കെ പുഷ്ടിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ ഭാവിയിലുള്ള അമേരിക്കയുടെ ഭീഷണി ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഭയക്കേണ്ടതായിട്ടില്ല. ഇപ്പൊ നമുക്ക് അതിജീവിക്കാൻ കുറെ ടൈം എടുക്കേണ്ടി വരും. അത് എത്ര സമയം എടുക്കും എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. കാരണം ഈ ഓക്കെ. ഇവർക്കൊക്കെ പുതിയ വിപണികൾ കണ്ടെത്തുകയും മറ്റുമൊക്കെ വേണം. അതാണ്.